ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ, കർക്കിടക മാസത്തിലെ ട്രെൻഡിങ് ആയ കർക്കിടക കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാം ലാമ്പിൻ്റെ കർക്കിടക കഞ്ഞി കിറ്റാണ്. ഒരു വ്യക്തിക്ക് 7 ദിവസം കഴിക്കാനുള്ള കിറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ടുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. കിറ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് 7 ദിവസം കഴിക്കാനുള്ള ആശാളി, പിന്നെ ഉലുവ, പിന്നെ പൊടിമരുന്നാണ്, പിന്നെ ഇന്ദുപ്പുണ്ട്. ഇനി ഇത് കാണുന്നത് നമ്മുടെ ഞവര അരിയാണ്. ഇതെല്ലാം നോക്കുന്നത് എടുത്ത് നോക്കാം. പേർക്ക് ഞവരരിയുണ്ട്, അതേപോലെ 7 പേർക്ക് ആശാളി, ഉലുവേൻ്റെ 7 പാക്ക് ചെറിയ പാക്ക്. പിന്നെ ഇത് കുടിവെള്ളമാണ്, കുടിവെള്ളത്തിൻ്റെ ചെറിയൊരു പാക്കാണ്. പിന്നെ 7 ദിവസം കഴിക്കാനുള്ള മരുന്നുണ്ട്, പൊടിമരുന്ന്. പിന്നെ ഇന്ദുപ്പ്. ഇപ്പം നമുക്കിനി ഈ ഞാവരരിയും പിന്നെ അതേമാതിരി ഉലുവയും വെള്ളത്തിൽ കുതിർത്തിടാം. ഞാവരരി, ഉലുവ രണ്ടും വെള്ളത്തിൽ കുതിർത്തിട്ടേക്കാണ്. ഇത് നേരത്തെ 8 മണിക്കൂറോളം കുതിർത്തിട്ട ഞവരരിയും ഉലുവയുമാണ്. ഏതാണ്ട് ഇത് ഞാൻ 2 പേർക്ക് കഴിക്കാനായി 2 വീതം ഞവര അരിയും 2 വീതം ഉലുവയും, ഇതിൽ നിന്നും ആശാളിയിൽ നിന്നും 2 വീതം ആശാളി, മരുന്ന് 2 വീതം എല്ലാം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഞ്ഞി തയ്യാറാക്കി എടുക്കാം. ഇതിൽ 2 പാക്ക് ആശാളി, 2 പാക്ക് ഉലുവ, 2 പാക്ക് ഞവരരി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ കഞ്ഞി ഇവിടെ പാകമായിരിക്കുകയാണ്. അടുത്തായി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് പൊടിമരുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പാക്ക് പൊടിമരുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യാനുസരണം ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി നെയ്യിൽ താളിച്ച് ചേർക്കാം. ഇനി നമുക്ക് നെയ്യിൽ താളിച്ച ചുവന്നുള്ളി ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഞ്ഞി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.